ഒന്നും തോന്നരുത്, ഇന്ന് ജനുവരി 13 പക്ഷേ തിരക്ക് പിടിച്ച ഓട്ടത്തിലായതുകൊണ്ട് ഇതുവരെ ഇതൊന്നും എടുത്തു വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിന്ന് ക്ഷീണിച്ച് അവിടെ കിടന്നിട്ടൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഒന്ന് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോഴത് കണ്ടത്. എന്തായാലും എടുത്തു വെക്കണം. പിന്നെ മാവൊക്കെ നന്നായി പൂത്ത് തളിർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് മൂവാണ്ടൻ മാവാണ്. പിന്നെ നനയ്ക്കുന്ന മാത്രമുണ്ട് ഞാൻ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മളങ്ങനെ അടുത്ത് ചെന്ന് ഇടപഴകി സംസാരിക്കുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ടുള്ള ക്ഷീണം എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഉണ്ട് കേട്ടോ. നനയ്ക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെയെങ്കിലും നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ ഉണങ്ങിപ്പോയേനെ. ഈ ചക്കയാണെങ്കിൽ കുറേ തവണ ഉണ്ടായി കരിഞ്ഞൊക്കെ പോയതാട്ടാ. കുറേ എണ്ണമായി ഉണ്ടാവണു, ഇപ്പോൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇരുമ്പമ്പുളിയൊക്കെ നന്നായി കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കായ്ച്ചും പൂത്തൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം ആരെയാണ് ചീത്ത പറയണതെന്ന് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. താഴെ നോക്കിയപ്പോൾ ആരും കാണുന്നൊന്നുമില്ല. കുറേ സമയമായി തുടങ്ങിയിട്ട്. നല്ല കിളികളുടെ സൗണ്ടാണ് കേട്ടോ രാവിലെ എണീറ്റ ഇവിടെ. ഭയങ്കര നല്ല ഫ്രഷ് ഫീലിംഗ് ആണ്. പിന്നെ ഇത് ഒട്ടുമാവാണ് കേട്ടോ. ഇതിൻ്റെ ഒരു മാങ്ങ ഞാൻ മുൻപ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നിറയെ പൂത്തിട്ടുണ്ട്. നല്ല സ്വാദുള്ള മാങ്ങയാണ് കേട്ടോ. ഇതിന് ഉണ്ടായിക്കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ നല്ല സ്വാദുള്ള മാങ്ങയാണ്. നല്ല മധുരവും നല്ലൊരു മാങ്ങയാണ്. അതൊക്കെ നല്ല ഉഷാറായിട്ട് കുറേ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഫേവറേറ്റ്, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നട്ട ചെടികൾ അതെല്ലാം നല്ല പൂത്തുലഞ്ഞ് തന്നെ നിൽക്കുന്നുണ്ട്. ചെറിയ ക്ഷീണം എല്ലാവരും മുഖത്തുണ്ട്, എന്നാലും കുഴപ്പമില്ല.